वैदेही सहितं सुरद्रुमतले हेमे महामण्डपे मध्ये पुष्पकमासने मणिमये विरासने सुस्थितम् अग्रे वायचयति प्रभञ्जनसुते तत्त्वं मुनिभ्यं परम् व्याख्यान्तं वरदादिभिः परिवृतं രാമം ഭജേ ശ്യാമളം. അർത്ഥം: വൈദേഹിയായ സീതാദേവിയോടൊപ്പം ദിവ്യമായ മണ്ഡപത്തിൽ രത്നസിംഹാസനത്തിൽ വിരാജിക്കുന്ന ശ്രീരാമനെ ഞാൻ ഭജിക്കുന്നു. ഹനുമാൻ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ പരമതത്വം വിശദീകരിക്കുന്നു. ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും മുനിമാരും ചുറ്റും സേവിച്ചു നിൽക്കുന്ന ആ ശ്യാമളനായ ശ്രീരാമനെ ഞാൻ വണങ്ങുന്നു. നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയുടെ 7ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രീരാമനെയും ദശരഥനെയും 3 രാജ്ഞിമാരെയും വിശ്വാമിത്ര മഹർഷിയെയും പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് രാമായണത്തിന്റെ ഹൃദയമായ ഒരു മഹനീയ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കാം. സീതാദേവി. അവളെ പലരും ഒരു സഹനശീലമുള്ള സ്ത്രീയായി മാത്രം കാണുന്നു. പക്ഷേ രാമായണം ആഴത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകും, സീതാദേവി സഹനത്തിന്റെ പ്രതീകം മാത്രമല്ല, ശക്തിയുടെയും ആത്മാഭിമാനത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും പ്രതീകമാണ്. സീതയുടെ ജനനം തന്നെ അത്ഭുതകരമാണ്. മിഥിലയുടെ രാജാവായ ജനകൻ വയലിൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു ദിവ്യ ശിശുവിനെ കണ്ടെത്തി. ആ കുഞ്ഞിന് അദ്ദേഹം സീത എന്ന് പേരിട്ടു. സീത എന്ന വാക്കിന് ഉഴവിന്റെ വരമ്പ് എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് സീതയെ ഭൂമിദേവിയുടെ പുത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയെ പോലെ അവൾ എല്ലാവരെയും താങ്ങി, ഭൂമിയെ പോലെ അവൾ ക്ഷമിച്ചു. എന്നാൽ ഭൂമിയെ പോലെ തന്നെ അവൾക്ക് സ്വന്തം ശക്തിയും ആത്മഗൗരവവും ഉണ്ടായിരുന്നു. രാജകൊട്ടാരത്തിൽ വളർന്ന സീത വനവാസം വന്നപ്പോൾ ഒരു നിമിഷം പോലും മടിച്ചില്ല. അവൾ പറഞ്ഞു, ഭർത്താവ് എവിടെയാണോ അവിടെയാണ് എന്റെ അയോധ്യ. ഇത് അന്ധമായ അനുസരണമല്ലായിരുന്നു. ധർമ്മത്തിന്റെ വഴിയിൽ ഭർത്താവിനൊപ്പം നടക്കാനുള്ള അവളുടെ സ്വന്തം തീരുമാനമായിരുന്നു. അശോകവാടികയിൽ രാവണൻ സമ്പത്തും അധികാരവും രാജപദവിയും വാഗ്ദാനം ചെയ്തു. എന്നാൽ സീത വഴങ്ങിയില്ല. അവൾ ധർമ്മം കൈവിട്ടില്ല. ധർമ്മം വിട്ട് ഞാൻ ജീവിക്കില്ല. ആയുധമില്ലാത്ത ഒരു സ്ത്രീ, എന്നാൽ അജയ്യമായ മനസ്സ്, അതാണ് സീത. ഇന്ന് പലരും ശക്തി എന്നത് അധികാരമാണെന്ന് കരുതുന്നു. രാമായണം പറയുന്നത് മറ്റൊന്നാണ്. പ്രതിസന്ധികളിലും സ്വന്തം മൂല്യങ്ങൾ കൈവിടാത്തവനാണ് യഥാർത്ഥ ശക്തൻ. രാമൻ സീതയെ വനത്തിലേക്ക് അയച്ചത് എന്തുകൊണ്ട്? ഇവിടെയാണ് പലർക്കും ഒരു വലിയ സംശയം ഉണ്ടാകുന്നത്. രാമൻ സീതയെ കാട്ടിലുപേക്ഷിച്ചത് ശരിയായിരുന്നു? ഈ ചോദ്യത്തിന് വികാരങ്ങൾക്കപ്പുറം രാമായണം എന്താണ് പറയുന്നതെന്ന് നോക്കാം. അയോധ്യയിൽ ശ്രീരാമന്റെ ഭരണകാലത്ത് ഒരു പ്രജയുടെ വാക്കുകൾ സീതാദേവിയെക്കുറിച്ച് സംശയത്തിന് ഇടയാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു. ആ വാർത്ത രാമന്റെ ചെവിയിലെത്തി. ഒരു ഭർത്താവെന്ന നിലയിൽ സീതയുടെ വിശുദ്ധിയെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അഗ്നിപരീക്ഷയ്ക്ക് ശേഷം അദ്ദേഹം സീതയെ എല്ലാവരുടെയും മുന്നിൽ സ്വീകരിച്ചതും അതിന്റെ തെളിവാണ്. എന്നാൽ ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹം പ്രജകളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും വഹിച്ചിരുന്നു. അക്കാലത്തെ രാജധർമ്മത്തിന്റെ കാഴ്ചപ്പാടിൽ രാജാവിന്റെ വ്യക്തിജീവിതം പോലും പൊതുസമൂഹത്തിന്റെ വിശ്വാസത്തിന് അതീതമായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തം ഹൃദയം തകർന്നിട്ടും ഗർഭിണിയായ സീതയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനടുത്തേക്ക് അയക്കേണ്ടി വന്നത്. ഇത് രാമന്റെ വിജയമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്നു. അതുപോലെ സീതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണവും. സീതയ്ക്ക് രാമനോട് ദേഷ്യമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, ഹൃദയം തകർന്നിരുന്നു. പക്ഷേ
വാൽമീകി രാമായണത്തിൽ സീത രാമനെ വെറുത്തുവെന്നോ ശപിച്ചുവെന്നോ പറയുന്നില്ല. അവൾ തന്റെ ആത്മാഭിമാനം കാത്തുസൂക്ഷിച്ചു. ലവനെയും കുശനെയും മഹത്തായ ധാർമ്മിക മൂല്യങ്ങളോടെ വളർത്തി. അവസാനം തന്റെ വിശുദ്ധിക്ക് വീണ്ടും തെളിവ് നൽകേണ്ട സാഹചര്യം വന്നപ്പോൾ അവൾ ഭൂമാതാവിനെ പ്രാർത്ഥിച്ചു. ഞാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശ്രീരാമനോട് മാത്രമേ നിഷ്ഠ പുലർത്തിയിട്ടുള്ളൂ എങ്കിൽ അമ്മയായ ഭൂമിദേവി എന്നെ സ്വീകരിക്കട്ടെ. ഭൂമി പിളർന്ന് അവളെ സ്വീകരിച്ചു. ആ നിമിഷം സീത ലോകത്തോട് ഒരു സന്ദേശം നൽകി. സത്യത്തിനും ആത്മാഭിമാനത്തിനും ഒടുവിൽ ദൈവം തന്നെയാണ് സാക്ഷി. അതുകൊണ്ട് ഈ സംഭവത്തെ ഇന്നത്തെ കണ്ണിലൂടെ മാത്രം വിധിക്കാതെ അന്നത്തെ രാജധർമ്മത്തിന്റെയും സാമൂഹിക സാഹചര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് രാമായണത്തിന്റെ ആഴം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇന്ന് സമൂഹത്തിൽ പല ബന്ധങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ തകരുന്നു. സീത നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം ദൗർബല്യമല്ല. സ്നേഹത്തിന് ധൈര്യവും ക്ഷമയും ആത്മാഭിമാനവും ആവശ്യമാണ്. ഇന്ന് നമ്മളും പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ വെല്ലുവിളികൾ. അപ്പോൾ സീത നമ്മളോട് പറയുന്നത് ഒരു കാര്യമാണ്: പ്രതിസന്ധി ശാശ്വതമല്ല. ധർമ്മത്തിലും ദൈവവിശ്വാസത്തിലും ഉറച്ചു നിൽക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചിന്ത. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ പരീക്ഷണമുണ്ടോ? എങ്കിൽ സീതാദേവിയെ ഓർക്കൂ. അവളുടെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്: ധർമ്മത്തിന്റെ വഴിയിൽ നടക്കുന്നവന് പരീക്ഷണങ്ങൾ ഉണ്ടാകും, എന്നാൽ ഒടുവിൽ സത്യം തന്നെയാണ് വിജയിക്കുക. നാളത്തെ വീഡിയോയിൽ നമുക്ക് രാമായണത്തിലെ ഏറ്റവും നിസ്വാർത്ഥനായ സഹോദരനെ പരിചയപ്പെടാം, ലക്ഷ്മണൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ശ്രീരാമനോടൊപ്പം വനവാസം തിരഞ്ഞെടുത്തത്? സേവനത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ മാതൃകയായ ലക്ഷ്മണനിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കൂ. ഈ കർക്കടക മാസത്തിൽ സീതാദേവിയുടെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും സ്നേഹവും സമാധാനവും ധൈര്യവും ധർമ്മനിഷ്ഠയും നിറയ്ക്കട്ടെ. ജയ് ശ്രീരാം. നന്ദി.